എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൈഡ് റൈസ്. ഒരു കപ്പ് അരി എടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചു. 10 മിനിറ്റ് അരി കുതിരണം. വെളുത്തുള്ളി, പച്ചമുളക്, ഉള്ളി, കുരുമുളക് പൊടി, ഉപ്പ്, ഒരു കഷ്ണം പട്ട, ഒരു ബേ ലീഫ്, ഇത്രയും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നാരങ്ങാ നീര്, ക്യാബേജ്, കോളിഫ്ലവറും ക്യാരറ്റും, പിന്നെ കുറച്ച് ഗ്രീൻ പീസ്, പിന്നെ ചോറ്, ഇത്ര നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട്. നെയ്യിലാണ് വെക്കുന്നത്. നെയ്യ് ഒഴിച്ചു, പട്ടയും ബേ ലീഫ് ഇട്ടു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വെളുത്തുള്ളി, അരിഞ്ഞ വെളുത്തുള്ളി, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സവാള അരിഞ്ഞതിട്ടു, പച്ചമുളക് ഇട്ടു. ഇത് നമുക്ക് ഒന്ന് ഇളക്കാം. ചെറുതായിട്ടൊന്ന് വാടണം. വാടിക്കഴിഞ്ഞപ്പം ക്യാബേജ്, കോളിഫ്ലവറും ക്യാരറ്റും അരിഞ്ഞത്, പിന്നെ നമ്മുടെ ഗ്രീൻ പീസ്, ഇത്രയിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കാം. നമുക്കെല്ലാം കൂടെ ഒന്ന് ഇളക്കാമേ. ഇനി ഉപ്പിട്ട് കൊടുത്തേ. ഉപ്പിടുമ്പോൾ ഇച്ചിരി വെള്ളം ഇറങ്ങി വരും. നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ചെറിയ തീയിലാണേ. തുറന്ന് നോക്കാം. ഇപ്പം വെള്ളമൊക്കെ ഇറങ്ങി ഒരു ശകലം നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം വെന്തിട്ടുണ്ട്. വെള്ളം എല്ലാം പറ്റിക്കണം ഇതേലെ. ഇനി നമുക്ക് കുരുമുളക് പൊടി ഇടാം. കുരുമുളക് പൊടി ഇട്ടിട്ടും ഇളക്കാം. പിന്നെ നമ്മൾ ഉപ്പിട്ട് വേവിച്ച് വെച്ച ചോറിടുവാണേ. ചോറും ഇട്ടിട്ട് നമുക്ക് വീണ്ടും ഇളക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സായി വരട്ടെ. വെള്ളം എല്ലാം പറ്റിക്കണം. ഒട്ടും വെള്ളം കാണല്. ഇളക്കി വെള്ളം പറ്റിക്കണം. നമ്മൾ തീ ഓഫ് ചെയ്തേ. ഇപ്പം നമ്മൾ ഒഴിക്കുന്നത് നാരങ്ങാ നീര്. വിനാഗിരിയും ഒഴിക്കാം. പിന്നെ നമുക്ക് സോയാ സോസ് വേണേലും ഒഴിക്കാം. സോയാ സോസ് ഞാൻ ഒഴിക്കാഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് വെന്തേ. നമുക്കിനി ഒരു പാത്രത്തിലോട്ട് വിളമ്പിയെടുക്കാം. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. വീഡിയോ കണ്ടതിന് താങ്ക് യു.